ആഹാ ചേച്ചിയെ, രാവിലെ തിരക്ക് പിടിച്ച പണിയാലേ? ആഹാ, അന്ന് നീ ഇവിടുന്ന് മുങ്ങിയതാണല്ലോ, ഇപ്പോഴാണോ പൊങ്ങുന്നേ? ചേച്ചിയെ, നല്ലൊരു കോള് വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ഇതൊക്കെ തന്നെയാണല്ലോ നീ പറയുന്നേ? ഇത് അങ്ങനത്തെ കോളൊന്നും അല്ല, ഇത് നടന്നാ നമ്മുടെ ഭാഗ്യമാ. എവിടെയുള്ളതാടാ? ചെറുക്കൻ ഗൾഫുകാരനാ, ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. 1 മാസം അവധിക്ക്. കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ചെറുക്കൻ്റെ അപ്പനൊരു പിടിവാശിക്കാരനാ. പെണ്ണിന് ജോലിയൊന്നും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് വല്ല ജോലി വല്ല ആണോടാ? അവള് ചുമ്മാതെ പോകുന്നതല്ലേ. ചേച്ചി, ചോറെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് സ്കൂളിൽ പോകാൻ സമയം, പെട്ടെന്ന് വാ. ഞാൻ വരുവാടി. എന്നാലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ? ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റ് ആക്കിക്കോളാം. അമ്മേ, ഇല്ലാത്ത കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. അവസാനം അമ്മാനെ ചെറുക്കനെ കെട്ടേണ്ടി വരും. വാ ചേച്ചി, സമയം പോകുന്നു. എടി കൊച്ചേ, ഇതൊന്ന് നോക്കിയേ, പയ്യന്റെ ഫോട്ടോ. ആ, കൊള്ളാം. ചേച്ചിയുടെ മോളെ കണ്ട അവൻ ഇഷ്ടപ്പെടും, അത് ഉറപ്പാ. എന്നാ അവരോട് നാളെ തന്നെ വരാൻ പറ. പറയാം, പക്ഷേ എനിക്ക് കിട്ടാനുള്ള കിട്ടണം. കാര്യങ്ങളൊക്കെ നടന്നാൽ പറഞ്ഞതിന്റെ ഇരട്ടി തരും. പിന്നെ ഇവിടുത്തെ അവസ്ഥയൊന്നും അവരോട് പറയണ്ട കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. ആ, എന്നാ ശരി ചേച്ചി. എനിക്ക് പോണം. അതെ, പണ്ട് നിന്റെ അമ്മയാ ഒരുപാട് പൈസ പറ്റിച്ചേക്കുന്നേ. ഇപ്പൊ നീയും അമ്മ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അത് പലിശ സഹിതം തിരിച്ചു തന്നിട്ടുമുണ്ട്. പിന്നെ പണ്ട് മുതൽ നിന്റെ അമ്മയോട് ചെറിയൊരു താല്പര്യമുള്ള എനിക്ക് ഇപ്പൊ നിന്നോടും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്റെ പുറകെ നടക്കരുതെന്ന്. എന്താണൊന്ന് മോഹിച്ചാലേ അത് നടത്തിയിരിക്കും. എന്താടി മാളു നിന്നോട് അവൻ പറഞ്ഞത്? അവൻ എന്നെ കെട്ടണം. കള്ളും കഞ്ചാവുമായിട്ട് നടക്കുന്നവനാ. നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അത് നടന്നാ മതിയായിരുന്നു. മാളു, നിന്നെ തേടി നല്ലൊരു ചെറുക്കം വരും. നമ്മൾ സത്യസന്ധതയുള്ള ജോലിയാണ് ചെയ്യുന്നത്. നിനക്ക് നല്ലതേ വരൂ. നീ എങ്ങോട്ടാ? ഞാൻ അവിടെ വരെ. നിനക്ക് ആ ബ്രോക്കർ നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ തന്നെ നീയും കൂട്ടുകാരും ഒന്ന് പോയി കാണേ. അച്ഛാ, നമുക്ക് മൂന്നൂർ കൂടി പോ. അത് വേണ്ട, ആദ്യം നീയും കൂട്ടുകാരും പോയി കണ്ടിട്ട് നിനക്കിഷ്ടപ്പെട്ട ഞാനും അമ്മയും പോയി കണ്ടോളാം. മോനെ, നീ ആദ്യം പോയി കാണ്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. കെട്ടുന്ന പെണ്ണിന് നല്ല മുടി വേണം കേട്ടോ. ആദ്യം പോയി നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് പറയാം. ഓ പിന്നെ, നിനക്ക് കുറച്ച് മുടിയുണ്ട്. എനിക്ക് മുടിയില്ലേലും എന്റെ മകൻ കെട്ടുന്ന പെണ്ണിന് മുടി. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഡാ, പിന്നെ നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ ഞാൻ ജോലിക്ക് വിടത്തില്ല. ആ കാലമൊക്കെ പോയില്ലേ? ഇപ്പൊ എല്ലാ പെൺകുട്ടികളും ജോലിക്ക് പോകുന്നവരാണ്. ഞാൻ വിടത്തില്ല. അത് പിന്നെ അവന്റെ ഇഷ്ടം, നമ്മളെന്നാ പറയാന്. പെണ്ണ് ഇഷ്ടപ്പെടാ? ഇഷ്ടപ്പെട്ടു. മോന് എത്ര മാസത്തെ ലീവുണ്ട്? 1 മാസത്തെ ലീവുണ്ട്. അളിയൻ നഷ്ടപ്പെട്ടാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഞാനാണ്. മോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അവളോട്? ഇല്ല, ഒന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാൽ ശരി. ശരിടാ, പോവാം. ശരി എന്നാ ഓക്കെ. എടി, നിനക്ക് പയ്യനെ ഇഷ്ടമായോ? ഓ, അവളുടെ ഒരു നാണം. ഹലോ, ഞാൻ നാളെ ഇളങ്കാവ് അമ്പലത്തിൽ വരുന്നുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നാളെ വരാമല്ലോ. ശരി, എന്നാ ആയിക്കോട്ടെ. ഓക്കെ, ശരി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ?
നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോടാ? ആ ഇഷ്ടപ്പെട്ടു. എന്നാ ഞാനൊന്ന് പോയി കാണട്ടെ. ആ ശരി. ഇല്ല, സുഖമായിട്ടിരിക്കുന്നു. ആ പിന്നെ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ വിളിക്കാം. ആ എടി കൊച്ചേ, നിന്റെ കല്യാണമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, ശരിയാണോ? ഒരാലോചന വന്നിട്ടുണ്ട്, മിക്കവാറും നടക്കും. നിനക്കിട്ടുള്ള പണി ഞാൻ തരാടി. നിന്റെ കല്യാണം ഞാൻ നടത്താം. കുറച്ച് സാധനം ഇരിക്കൊണ്ട് എടുത്തിട്ട് വരാം. എടാ മോനെ, നിന്റെ മുറിക്കകത്തിരിക്കുന്ന ആ പ്ലാസ്റ്റിക് ഇങ്ങ് എടുത്തോണ്ട് വന്നു. അകത്തൊന്നുമില്ല. അവര് പോയോടാ? അവര് പോയി. എടാ എന്തിയടാ എന്റെ ഫോണ്? ഫോണെവിടാ? എനിക്കറിയാം. 50,000 രൂപയുടെ ഫോണാ. 50,000 1 ലക്ഷമോ ഫോണൊന്നും കണ്ടൊന്നുമില്ല. പിന്നെ ഇവിടെ കുറെ പിള്ളേർ വന്നില്ലായിരുന്നു, അവരെല്ലാം എടുത്ത് കാണും. അവിടെ നിന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കാണുമെന്ന്. എന്റെ മൊബൈൽ ഉണ്ട്. മൊബൈൽ അവിടുന്ന് എടുത്തോണ്ട് വന്നില്ലേ? നിങ്ങൾ അവിടുന്ന് എടുത്തോണ്ട് വന്നില്ലേ? അതൊന്ന് നോക്കിക്കേ. ആരുടെ മൊബൈലിൽ നിന്ന്? ഇവിടെ കാണാമേ, നോക്കണേ. നിങ്ങളവിടെ വന്നേ. വേറെ ആരും വന്നില്ല. അവരെ നോക്ക്. ഞാൻ കണ്ട ഇതിനകത്തുണ്ട്. നിങ്ങൾ ആദ്യം നോക്ക്. നിങ്ങൾ എടുത്ത് ചേട്ടൻ പറഞ്ഞ കഷ്ടപ്പെട്ട് ജോലി ഇതിനകത്തുണ്ടെന്നല്ല പറഞ്ഞേ. പണി നോക്കുന്നില്ലേ? ആന്റിയുടെ മോൻ ഫോൺ എടുത്ത് കവറിലിടുന്ന ഞാൻ കണ്ടതാ. അമ്മേ, ആന്റി, ഞങ്ങളുണ്ടല്ലോ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നതാ. സ്വത്തും ബംഗ്ലാവും കാറും ഒന്നും നിങ്ങളെപ്പോലെ ഞങ്ങൾക്കില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് അന്തസ്സായി ജീവിക്കുന്നവരാണ്. ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ അപമാനിക്കരുത്, ഞങ്ങളൊക്കെ പാവങ്ങളാ. പാവ ഇവരെയാണോടാ നീ മോശക്കാരികളാക്കിയേ? നീ വണ്ടി എടുക്കടാ. ഹലോ, പെണ്ണിന്റെ അമ്മയല്ലേ? ഞാൻ ആ ചെറുക്കൻ്റെ അച്ഛനാ. എനിക്കേ ഈ കല്യാണത്തിന് താല്പര്യമില്ല. നിങ്ങൾ ഈ കല്യാണമായിട്ട് ഇനി എൻ്റെ വീട്ടിലോട്ട് വരുവാൻ വേണ്ട. എനിക്ക് വേണ്ട. ഞാൻ കണ്ടു നിങ്ങളുടെ വിശേഷമൊക്കെ. അതുകൊണ്ടേ ഈ കല്യാണം അങ്ങ് വേണ്ടെന്ന് വെച്ചു. നിങ്ങളുടെ കേസ് കെട്ടേ വേണ്ട. എനിക്ക് താല്പര്യമില്ല. എൻ്റെ മോനെ അങ്ങനല്ല വളർത്തിയേ. ഇങ്ങനൊരു ബന്ധത്തിൽ കെട്ടിക്കാനല്ല. കാണുമൊന്നും വേണ്ട. ഞങ്ങൾക്ക് സമ്പത്തിന് ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെ കാര്യം നിങ്ങളങ്ങ് നോക്കിക്കോ.
നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അങ്ങോട്ട്. ആ ഡാ, ഈ കല്യാണം നടക്കത്തില്ല. എന്താ അങ്ങനെ പറയുന്നത്? ഡാ, അവര് കള്ളികളാ. ഞാൻ അന്വേഷിച്ചു. നമുക്ക് പറ്റിയ ബന്ധമല്ല ഇത്. നടക്കത്തില്ല. നിന്നെ വളർത്തി അങ്ങനെയൊന്നും അല്ല ഞാൻ. അവൻ ഇഷ്ടപ്പെട്ട നമുക്ക് കല്യാണം നടത്തി കൊടുത്തൂടെ? അവൻ അതുപോലെ പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ? നമുക്ക് മറ്റൊന്നും ആലോചിക്കണ്ട. നീ പോടിയാ അവിടുന്ന്. നിനക്കൊരു ഊക്കച്ചള അറിയത്തില്ല. നമ്മുടെ മോനെ ഗൾഫുകാരനാ. എന്റെ മോനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഗൾഫിൽ വിട്ടതേ ഇതിനു വേണ്ടിയൊന്നും അല്ല. നല്ല ബന്ധം പരിപാടി. അച്ഛാ, ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി അച്ഛാ. അതിന് അച്ഛാ, പഴയ കാലമൊക്കെ പോയി. എന്റെ വിവാഹത്തിന് കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനാ. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എനിക്ക് ഇവളല്ല വേറെ ആരും വേണ്ട. എന്തായിടാ നിന്റെ കല്യാണ കാര്യം? ഓ, അതൊന്നും നടക്കില്ല. എനിക്ക് നാളെ പോവാം. അതിന് നിന്റെ ലീവ് തീർന്നില്ലല്ലോ. ലീവ് തീർന്നിട്ടില്ല, പക്ഷെ എനിക്ക് പോയേ പറ്റുള്ളൂ. എനിക്ക് പോകണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭ്രാന്ത്. നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് കൊണ്ടാക്കുമോ? ഞങ്ങൾ കൊണ്ടുവിടാറാ നിന്നെ. ഓ ശേ, ഈ കല്യാണം നടക്കാത്തതിന് പേരല്ലേ നമ്മുടെ മോൻ തിരിച്ചു പോവുക. പോട്ടെ. നമ്മുടെ മോനല്ലേ, ഈ കല്യാണം സമ്മതിച്ചുകൂടെ? എനിക്കതിന് വലിയ താല്പര്യമൊന്നുമില്ല. പോട്ടെ. എന്നാ ഒരു നമ്മുടെ മോൻ പോകട്ടോ. നമ്മുടെ മോൻ നമ്മളെ തോപ്പിച്ചു കളഞ്ഞു. ഈ അച്ഛനെ തോപ്പിച്ചു. ഞാൻ തോക്കത്തൊന്നുമില്ല. അവൻ ഒരു ദിവസം ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ അവന്റെ കല്യാണം ഞാൻ നടത്തി കൊടുത്തേനെ. പോയിരിക്കുന്നു. നിനക്ക് ഇന്ന് തന്നെ പോണോടാ? വണ്ടി ഈ വഴി പോകണം. എന്തിനാടാ ഈ വഴി പോകുന്നത്? ഞാനിന്ന് പോവാ.
ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരെന്തൊക്കെ ചെയ്താൽ നിന്നെ വിട്ട് ഞാൻ പോവില്ല. അതുപോലെ എനിക്ക് നിന്നെ ഇഷ്ടം.